നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് മമ്മൂക്കേനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മമ്മൂക്ക ഇവിടെ ഷാർജയിലുള്ള ഒരു ലുലുവിൽ മമ്മൂക്കയുടെ പുതിയ സിനിമയായിട്ടുള്ള ടർബോ മൂവിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് മമ്മൂക്ക വരുന്നുണ്ട്. മമ്മൂക്ക മാത്രമല്ല, ഇതിന്റെ സംവിധായകനായിട്ടുള്ള വൈശാഖും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ UAE പ്രമുഖ റേഡിയോ സ്റ്റേഷനുകളായ ഗോൾഡ് എഫ്എമ്മിന്റെ, ഹിറ്റ് എഫ്എമ്മിന്റെയും ഒക്കെ അവതാരകരൊക്കെ വരുന്ന ഒരു വലിയ പരിപാടി തന്നെയാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് എപ്പോഴും അറിയാം, ഈ മലയാള സിനിമ ഏത് സിനിമ റിലീസ് ചെയ്താലും അപ്പോഴെല്ലാവരും മലയാള സിനിമയുടെ എല്ലാ സിനിമാ താരങ്ങളും സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ വരുന്നൊരു സ്ഥലമാണ്, ഒരു രാജ്യമാണ് UAE എന്ന് പറയുന്നത്. കാരണം മലയാള സിനിമയ്ക്ക് അത്രത്തോളം മാർക്കറ്റിലൊരു സ്ഥലമാണല്ലോ ഈ UAE. അപ്പം എല്ലാവരും വരുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ വിജയിക്കുന്ന പടങ്ങളുടെ ഒരു സക്സസ് സെലിബ്രേഷൻ ആയിട്ട് അത് പിന്നെ നടത്താറുണ്ട്, പ്രൊമോഷൻ ഭാഗമായിട്ട് വരാറുണ്ട്. അങ്ങനെ എപ്പോഴും അവർ സിനിമാക്കാർ കൂടുതൽ വരുന്നൊരു രാജ്യം തന്നെയാണ് ഇവിടെ. അപ്പം ഈ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർ വരുന്നുണ്ട്. പടം വിജയമാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല, ഞാൻ ആ സിനിമ കണ്ടിട്ടുമില്ല. ഷാർജയിലെ സെൻട്രൽ ലുലുവിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്, സംനാനുള്ള. അപ്പം 6 മണിക്കാണ് പ്രോഗ്രാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 6 മണിയുടെ അടുത്തായി, നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇന്നലെ വൈകിട്ടാണ് അവിടെ നിന്ന് എന്നോട് ലുലുവിൽ നിന്ന് അവിടുത്തെ സ്റ്റാഫ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഒരു പരിപാടിക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് വ്ളോഗാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഷാർജയിലെ സെൻട്രൽ ലുലു എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അങ്ങനെ ലുലുവിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇത് ചില്ലറ ആൾക്കാരൊന്നുമല്ല മമ്മൂക്കാനെ കാണാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് എന്നുള്ളത്. അമ്മാതിരി ജനത്തിരക്ക്. ലുലുവിൻ്റെ ഉദ്ഘാടനത്തിന് പോലും ഇത്ര ആൾക്കാരെ ഞാൻ അവിടെ ഒന്നിച്ച് കണ്ടിട്ടില്ലായിരുന്നില്ല. പിന്നെ മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂക്കയെ കാണാൻ ജനങ്ങൾ എവിടെയാണെങ്കിലും ഒഴുകിയെത്താതിരിക്കും അല്ലേ. എമ്മാതിരി തിക്കും തിരക്കുമായിരുന്നറിയോ, എന്തൊരു ബഹളവും ആരവുമായിരുന്നറിയോ ജനങ്ങൾക്കിടയിൽ നിന്നും. 6 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞതിന് 5 മണിക്കും 4:30 വരെ ആളുകൾ എത്തിത്തുടങ്ങിയെന്നാണ് സെക്യൂരിറ്റിക്കാരൻ എന്നോട് പറഞ്ഞത്. എന്തായാലും കുട്ടികളുടെ കുറച്ച് കിടിലൻ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 7:30 നമ്മുടെ സ്വന്തം മമ്മൂക്ക സംവിധായകൻ വൈശാഖിനും ട്രൂത്ത് ഗ്രൂപ്പ് സമതും സംഘത്തിനോടുമൊപ്പം വേദിയിലേക്ക് എത്തിച്ചേർന്നു. നമ്മളെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ മമ്മൂക്ക സമയത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ ആവേശം എല്ലാ സ്ഥലങ്ങളും ഒരുമിച്ച് ഒരിക്കൽ തുടങ്ങും. അങ്ങനെ വേദിയിലെത്തിയ മമ്മൂക്കയും വൈശാഖും ജനങ്ങളോട് സംസാരിച്ചതിന് ശേഷം ടർബോ മൂവിയുടെ അറബിക് വേർഷന്റെ ട്രെയിലർ ലോഞ്ചിങ്ങും ഔദ്യോഗികമായി. لأن عرفتك أنت مثل خنجر أمام النظائر. ناصر السويد تبي تنفع അങ്ങനെ അറബിക് ട്രെയിലർ ലോഞ്ചിങ്ങിന് ശേഷം വിജയാഘോഷത്തിൻ്റെ ഭാഗമായി കേക്ക് കട്ടിങ്ങോടുകൂടി പരിപാടി അവസാനിച്ചു.